നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എ മോട്ടോഴ്സിൻ്റെ ട്രൂ വാല്യൂ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോട് തടമ്പാട്ടുകാട് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. NH-ൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ്, NH 66-നൊക്കെ തൊട്ടടുത്തായിട്ടാണ്. കുറച്ച് വണ്ടികളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. 2010 ഒരു ഓൾട്ടോ കേട്ടം VXI ഉണ്ട്. റേറ്റ് 1.15 റേറ്റ്. പക്കാ കമ്പനി ഹിസ്റ്ററി വരുന്ന ഒരു പോളോ ഫുള്ളോട് കിട്ടുന്നുണ്ടാവും. ഹൈലൈൻ ആണ്. 4.5 താഴെ റേറ്റ് വരുന്നത്. 2014 ഒരു ഓൾട്ടോ 800 ഉണ്ട്. റേറ്റ് വരുന്നത് 1.85 ഉള്ളൂ. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ. 2017 സീറ്റ ബലേനോ റേറ്റ് വരുന്നത് 5.25 താഴെയായിട്ട്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ അല്ല കേട്ടോ, ഡീസലാണ്. 2016 ഗ്രാൻഡ് ഐറ്റൻ ഉണ്ട്. പെട്രോൾ അല്ല, ഡീസൽ. റേറ്റ് വരുന്നത് 2.75 മാത്രമേ ഉള്ളൂ. ഫുൾ ലോണും കിട്ടുന്നുണ്ടോ? നോർമലി ഓയിൽ ചേഞ്ച് ഒക്കെ ആണെങ്കിൽ ഏകദേശം 4500 രൂപ റേഞ്ചിലാണ് കോസ്റ്റ്. ഈ വാറന്റി കിട്ടുന്ന വണ്ടികൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വണ്ടികളാണ്. അതിപ്പോ ബാക്കിയുള്ള വണ്ടിയും നമുക്ക് ഇതേമാതിരി തന്നെ ചാൻസ് റേറ്റ് തന്നെ വണ്ടികളുണ്ട്. വീഡിയോ ആയിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് 100K നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അത്യാവശ്യം നല്ലൊരു കാർ ആയിരിക്കും. അപ്പോൾ കിട്ടാനായിട്ട് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. ആദ്യത്തെ വണ്ടി ഇതാണ് വരുന്നത്. 2004 മാരുതി 800 ആണ്. AC ആണ് വണ്ടി വരുന്നത്. കാർബറേറ്റർ അല്ല, MPFI ആണ് വരുന്നത്. MPFI ആണ്. ഈ 24 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആണ് വണ്ടി. നിലവിൽ വേറെ പെൻഡിങ് വർക്ക് ആയിട്ടൊന്നുമില്ല. പിന്നെ റിന്യൂവൽ ആണെങ്കിൽ പോലും ഒരു 13 ഉറുപ്പിക ഉണ്ടെങ്കിൽ AC വർക്കിംഗ് ആണ്. കൂളിംഗ് കുറച്ച് കുറവാണ്. ഒന്ന് ഗ്യാസ് ഫില്ല് ചെയ്താൽ റെഡി ആവുന്ന കംപ്രസറൊക്കെ വർക്കിംഗ് ആണ്. ഇല്ല, മേജറായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റേറ്റ് നമുക്ക് 42 രൂപയാണ് റേറ്റ് വരുന്നത്. എന്തെങ്കിലും ചെറുതായിട്ട് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കിയിട്ട് ചെയ്യാം. 30-ന് മുകളിലൊക്കെ നമ്മൾ സാധാരണ 2004 MPFI കാണുന്ന റേറ്റ് ആണ്. റിന്യൂവലിന് ഏകദേശം ഒരു 13 രൂപ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും എന്നാലും എടുക്കുന്ന കസ്റ്റമർക്ക് വർത്തിയാണ്. റിന്യൂവൽ എടുത്തു കഴിഞ്ഞാലും ഒരു 5 വർഷത്തെ വാല്യൂ ഫോർ മണി ഇല്ലേ, അതത്രേ ഉള്ളൂ. അടുത്ത് ഓൾട്ടോ കേട്ടനാണ് വരുന്നത്. 2010 മോഡലാണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ 2 ഡോർ പവറിന്റെ വരും. പിന്നെ അത് ഓൾട്ടോ 800 അല്ല, കേട്ടനാണ് വരുന്നത്. 1000 cc വരും. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ചെറിയ ടച്ചപ്പ് ചെയ്യാനുണ്ടാവും. ഒരു 5 രൂപേന്റെ വർക്ക് കാണാണ്ടാവും അതിന്റെ മുകളിൽ. വേറെ മെക്കാനിക്കലായിട്ടൊന്നും വേറെ കംപ്ലൈൻസ് ചെയ്യാനൊന്നും വരുന്നില്ല. കിലോമീറ്റർ 1 lakhന്റെ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. നമുക്ക് 2.10 റേഞ്ചിൽ ലാസ്റ്റ് കൊടുക്കാം. അല്ല 1.10 കിട്ടും. 1.10 ലാസ്റ്റ് റേറ്റ് ആണോ അല്ലെങ്കിൽ 1.10 കുറയുന്നതാണോ? 1.10 അതിൽ ചെറുതായിട്ട് എന്താ ചെയ്ത് കൊടുക്കാം. ഒരു 5 രൂപേന്റെ വർക്ക് കാണുന്നുണ്ട്. അടുത്ത് ഒരു 14 മോഡൽ ഓൾട്ടോ ആണ് വരുന്നത്. ഓൾട്ടോ 800 ആണ് വരുന്നത്. വണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കാണ്ട്. LXI ആണ് വരുന്നത്. പവറിന്റെ വരും. ഇതെടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇതിന്റെ ടയർ കയറണമെന്ന് മാറേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു 95% ടയർ വരുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റേറ്റ് എത്ര വരുന്നത്? 2013 ഓൾട്ടോ 800 നമുക്കൊരു 1.85 റേഞ്ചിൽ കൊടുക്കാം വണ്ടി. 13 1.85 റേഞ്ചിൽ. അടുത്തത് 2015 മോഡൽ പോളോ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. മേജറായിട്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത്. ബാക്ക് വൈപ്പർ ഉണ്ടാവും, ഡിഫോഗർ ഉണ്ടാവും, അലോയ്സ് വരും. കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ടാവും. ഒറിജിനൽ എക്യുപ്മെന്റ് അലോയ് വീൽസ്. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 2 എയർ ബാഗ്സ് വരുന്നുണ്ടാവും. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. ഇത്രയാണ് ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. 1.5 അല്ലേ വരുന്നത്? TDI 1.5 ആണ് വരുന്നത്. റേറ്റ് എത്ര വരുന്നുണ്ടാവും? നമുക്കൊരു 4.35 ആ റേഞ്ചിൽ കൊടുക്കാം. അതിൽ ഇനിയും കുറയുന്നതാണോ? അതിൽ നമുക്ക് നോക്കിയിട്ട് ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കാം. പരമാവധി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോൺ വേണേ കസ്റ്റമർക്ക് ലോൺ എന്തായാലും 4.5 ആ റേഞ്ചിൽ വരണം. ഡീസൽ ആയതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആയതുകൊണ്ടും പരമാവധി ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് മുകളിൽ. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞത്? കിലോമീറ്റർ 85 ഓടിയിട്ടുണ്ട്. 8.5 ഓടിയിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. മേജറായിട്ട് റീപ്ലേസ്മെന്റ് ഇല്ല. സാധാരണ പോളോ ഡീസൽ 1 lakh പോകും കാണാറുണ്ട്. ഡീസൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 15 സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ കിലോമീറ്റർ ഒന്നല്ല. സ്പോർട്സ് ആണ് വരുന്നത്. 18 ലാസ്റ്റ് വണ്ടിയാണ്. 19 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 18-19 ആണ് വരുന്നത്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. പെട്രോളില് നമ്മുടെ പഴയ സാൻഡ്രോന്റെ പുതിയ ജനറേഷൻ ആണ്. ഒരു 12 മുതൽ ഒരു 15 കിലോമീറ്റർ വരെ മൈലേജും നമുക്ക് കിട്ടും. വണ്ടി ലോക്കാണ്. ഫീച്ചർ സൈഡിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. പിന്നെ ഇൻബിൽഡ് സെറ്റ് വരും. പിന്നെ സെന്റർ ലോക്ക് വരും. എയർ ബാഗ് വരുന്നില്ലേ?
എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു എയർ ബാഗ് വരും, സിംഗിൾ എയർ ബാഗ് വരും. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഇത് 65,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 65 കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റേറ്റ് എത്രയാണ് 2018 സാൻഡ്രോന്? നമുക്കൊരു 18 ലാസ്റ്റ് ആണ് വരുന്നത്, 19 രജിസ്ട്രേഷൻ. ഇത് നമുക്കൊരു 360 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. അതിന് 360. ഇതിൽ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 3 റേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അതിനോട് നമുക്ക് ചെറുതായിട്ട് വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഫൈനാൻസ് വേണമെങ്കിൽ നമുക്കൊരു 360 റേഞ്ചിൽ ഫൈനാൻസും കിട്ടും. നല്ലൊരു പ്രൊഫൈൽ ഫുൾ ഓണിന് കിട്ടും. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. 2016 മോഡൽ ഗ്രാൻഡ് ആയിട്ടാണ് വരുന്നത്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 20 മുകളിലേക്ക് മൈലേജ് ഉണ്ടാവും. വേരിയന്റ് മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ പറഞ്ഞാൽ 75 ആ റേഞ്ചിലാണ് കിലോമീറ്ററിൽ കാണുന്നത്. ഓണർഷിപ്പ് തേർഡാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 20-22 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മാച്ചായിട്ട് റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല. വേറെ ഗ്ലാസ് കയറണം. അതിപ്പോൾ റേറ്റ് എത്ര വരുന്നത്? 2016 ഗ്രാൻഡ് ആയിട്ട് ഡീസൽ മാഗ്ന നമുക്ക് 2.25 കൊടുക്കാം. ഫുൾ ലോൺ അല്ല, 3 ലക്ഷം രൂപ മുകളിൽ ലോൺ കയറും. നമുക്ക് എന്തായാലും ഫുൾ ലോണിന്റെ മുകളിൽ എന്തായാലും ലോൺ കയറും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോണിന്റെ മുകളിലേക്ക് ലോൺ കയറും. ചെറിയൊരു പൈസക്ക് ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് വണ്ടി എടുക്കാം. റേറ്റ് ഭയങ്കര കുറവുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ ചെറിയ മെക്കാനിക്കലായിട്ട് ചെറിയ വർക്ക് എടുക്കാനുണ്ടാവും. എന്താ ഉള്ളത്? ചെറിയ സ്മോക്ക് ഉണ്ട് വണ്ടിന്റെ മുകളിൽ. ഈ ജിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ബ്ലാക്ക് സ്മോക്കാണോ വൈറ്റ് സ്മോക്കാണോ? ബ്ലാക്ക് സ്മോക്കാണ് വരുന്നത്. ഓക്കെ. ഈ ജിയർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. വേറെ മെക്കാനിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ റേറ്റിൽ ചെയ്യാം? നമുക്ക് 1.5 മാർക്കറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. 2016 ഡീസൽ ഐറ്റനൊക്കെ ആണെങ്കിൽ ഈ പ്രൈസ് അല്ല ചോദിക്കുന്നത്. അതിന്റെ ഒരു വർക്കിന്റെ 3.5 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നതാണ്. അല്ലാതെ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും വർക്ക് കാരണം ഷോറൂം എക്സ്ചേഞ്ച് വണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൈസ് പറഞ്ഞത്. ലോ ബഡ്ജറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ അതെ. ഇതിന് ട്രാൻസ്മിഷൻ ഏതാ? AMT ആണോ? ഇത് AMT ആണ് വരിക. ഓക്കെ. RXT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ് കിട്ടിൽ വരുന്നത്. 1000 cc കിട്ടല്ലേ? അതെ അതെ. AC പോർഷനും ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ വരുന്നുണ്ട്. ഇൻബിൽഡ് സ്റ്റീരിയോ വരും. നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരും. ഇതിന് 4 ഡോർ പവർ വിൻഡോ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എയർ ബാഗും വരുന്നുണ്ടാവും അല്ലേ? എയർ ബാഗും വരും. എയർ ബാഗ് 1-2? എയർ ബാഗ് സിംഗിൾ ആണ് വരിക. ഓക്കെ. വണ്ടി അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. റേറ്റ് എത്ര ചോദിക്കുന്നത് 2018 കിട്ടുന്നു? ഇത് നമുക്കൊരു 330 റേഞ്ചിലാണ് ചോദിക്കുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് ചെറുതായിട്ട് വ്യത്യാസങ്ങളും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോണ് 3ന് മുകളിൽ കിട്ടുമോ? ലോണൊക്കെ 3ന് മുകളിൽ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 13 റേഞ്ചിൽ 15 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അടുത്തത് 2011 മോഡൽ ഐറ്റൺ ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. സ്പോർട്സ് എന്ന് പറയുന്നത് കാപ്പാട്ടു എന്നുള്ള എഞ്ചിൻ ആയിരിക്കും. 1.2 വരുന്ന എഞ്ചിനാണ് വരിക. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവില്ലേ? മൈലേജ് ആവറേജ് ഒരു 12 മുതൽ 15 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി ഉണ്ടായിരുന്ന വണ്ടികൾക്ക്. IRT-നേക്കാൾ മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. 2011 സ്പോർട്സ് ഐറ്റൺ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലാഖിന് അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ അല്ല 4 ഡോർ പവർ വിൻഡോ വരും. ഇൻബിൽഡ് സെറ്റ് വരും. ബാക്ക് വൈപ്പറും ഡിഫോഗറും വരുന്നുണ്ട്. സ്പോർട്സിൽ വരും. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ 2011 ഐറ്റൺ റേറ്റ് എത്ര വരുന്നത്? ഒരു 180 റേഞ്ചാണ് പ്രൈസ് വരുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് നോക്കിയിട്ട് ഇനിയും കുറയും ചെയ്യില്ല, റേറ്റിൽ ചെയ്ത് കൊടുക്കാനും ഉണ്ടാവും. കമ്പനി ഹിസ്റ്ററി വണ്ടിയല്ലേ? കമ്പനി മാരുതിയിൽ നമുക്ക് ഇവിടെ ഹിസ്റ്ററി എടുക്കാൻ പറ്റില്ല. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. നോക്കാം വരുന്നത്. വൈറ്റ് കളറാണ് വരുന്നത്. 2019 മോഡലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 6 months തന്നെ വാറണ്ടി, 3 months തന്നെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതും ഫുൾ ഓപ്ഷൻ വരുന്ന വേരിയന്റ് ആണ് വരുന്നത്. VXA പ്ലസ് ആണ്. മുന്നേ കണ്ട സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയും 2 എയർ ബാഗ് എല്ലാം വരും. ഇത് 390 ആണ് നമുക്ക് പ്രൈസ് വരുന്നത്. അതും ഫൈനൽ പ്രൈസ് അല്ല. അതിനോട് നമുക്ക് ചെറുതായിട്ട് റേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഏകദേശം ഒരു 15000 രൂപയുടെ അടുത്ത് തന്നെ കസ്റ്റമർക്ക് ഈ പറഞ്ഞ 3 ഫ്രീ സർവീസിന്റെ മുകളിലുള്ളൊരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ടാവും. അതെ അതെ, തീർച്ചയായും. കമ്പനി തന്നെ സർവീസ് ചെയ്യാൻ പൈസ കൊടുക്കേണ്ടതാണ്. അത് അത്യാവശ്യം മേജർ സൈറ്റുള്ള എന്തെങ്കിലും സർവീസ് ആണെങ്കിലും അതിൽ വാറണ്ടി പെടുന്ന പാർട്സിനാണെങ്കിൽ കമ്പനി നോ കോസ്റ്റിൽ മാറി കിട്ടും. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? ഇതിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും. പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും പ്രൊഫൈൽ ഡിപ്പെൻഡ് ആയിട്ട് ലോൺ കിട്ടുക. നമുക്ക് ഒരു 750 എബോവ് സിബിൽ സ്കോറിലാണെങ്കിൽ പരമാവധി നമുക്ക് ആ റേഞ്ചിലൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായി നമ്മൾ ഓൾട്ടോണർ തന്നെയാണ് പിന്നെ നോക്കാൻ പോകുന്നത്. 2015 മോഡലാണ്. LXC ആണ് വേരിയന്റ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ടയേഴ്സ് ആണെങ്കിലും ഏകദേശം ഒരു 80% ടയർ വരുന്നുണ്ട്. മെക്കാനിക്കലായിട്ട് വേറെ കംപ്ലൈൻസ് ചെയ്യാനൊന്നും വരുന്നില്ല. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് തേർഡ് ആണ് വരുന്നത് നിലവിൽ.
2015 പറഞ്ഞേ? 15 മോഡലാണ്. 15 മോഡല്. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 96,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജറായിട്ട് വലിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. നമ്പർ നോക്കാം, കമ്പനി ഹിസ്റ്ററി എടുക്കാം. കമ്പനി വേണം നമുക്ക് ഹിസ്റ്ററി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി വേണം. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി ഹിസ്റ്ററി PDF ഫോർവേഡ് ചെയ്ത് കൊടുക്കുമോ? അപ്പോൾ നോക്കിയിട്ട് താല്പര്യപ്പെട്ട കസ്റ്റമർ ആണെങ്കിൽ നോക്കിയിട്ട് എടുത്ത് കൊടുക്കാം നമുക്ക്. ശരി. റേറ്റ് എത്ര വരുന്നത്? നമുക്കൊരു ചാൻസ് റേറ്റിന് കൊടുക്കാം. ഒരു 2 ലക്ഷം രൂപ റേഞ്ചിൽ കൊടുക്കാം. 17 മോഡൽ ഈക്കോ ആണ് വരുന്നത്. ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. AC ഉള്ള വണ്ടിയാണോ? അല്ല, AC ഉള്ള വണ്ടിയാണ്. ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടും ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 75 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും. ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ്, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. 5 സീറ്ററിലല്ലേ AC വരുന്നത്? 5 സീറ്ററിലാണ് AC വരുന്നത്. 7 സീറ്റ് ആകുമ്പോൾ AC ഉണ്ടാവില്ല. സീറ്റിന്റെ ഇതിൽ നിലവിൽ കസ്റ്റമർ 7 സീറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് സീറ്റ് കൊടുക്കാം. ഈ സീറ്റാണോ? അതെ, ഈ സീറ്റാണ്. മാറ്റിയതല്ലേ? സീറ്റ് റിമൂവ് ചെയ്താണ്. സീറ്റ് വേണം നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല വണ്ടിയാ? നല്ല വണ്ടിയാണ്, ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് പറയത്തക്ക രീതിയിലുണ്ടോ? ബാക്കിൽ ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഫ്രെയിമാണോ ഗ്ലാസ് ആണോ? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, ഡിക്കിന്റെ ഫ്രെയിമാണ് മാറിയത്. ഇൻഷുറൻസ് ക്ലെയിം ആണോ? ഇൻഷുറൻസ് ആകുമ്പോൾ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാം. റേറ്റ് എത്ര വരുന്നത്? ഇത് 335 റേറ്റ് വരുന്നത്. ഇനി കുറയും? അതിൽ നമുക്ക് ഇനിയും ചെയ്യാനുണ്ടാവും. ലോൺ വേണമെങ്കിൽ നമുക്കൊരു 300 രൂപ ലോണും ചെയ്യാൻ പറ്റും. 2017 മോഡൽ ബെലനോ ZT ആണ് വരുന്നത്. ഡീസലാണ് വേരിയന്റ് വരുന്നത്. ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും. അതെ, ഡീസൽ ഏകദേശം 18-20 മുകളിലേക്ക് വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയോ. സീറ്റ എന്ന് പറയുന്നത് ആൽഫയ്ക്ക് നേരെ തൊട്ട് താഴത്ത് വരുന്ന വേരിയന്റോ. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ എല്ലോയ്സ് OE വരുന്നുണ്ടാവും. ഒറിജിനൽ എക്യുപ്മെന്റ് കമ്പനിയിൽ നിന്ന് വരുന്ന എല്ലോയ്സ്. പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ? ഇല്ലില്ല, മേജറായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ടാവും. ഡീസൽ വണ്ടിയാണ്, എങ്ങനെയായാലും ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടാവാനുള്ള സാധ്യത ഇല്ലേ? നമുക്ക് 1,25,000 ഓടിയിട്ടുണ്ട് നിലവിൽ. പോകും കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജറായിട്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇല്ല, വേണം നമുക്ക് സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ കാണിക്കുന്നുണ്ട്. വണ്ടി എടുക്കാൻ വരുന്നത് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. റേറ്റ് എത്ര വരുന്നത്? നല്ല റേറ്റ് ആണോ? നല്ല റേറ്റ് തന്നെയാണ്. നമുക്ക് ഒരു 5.25 റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. അതിന്റെ മുകളിൽ ഫൈനൽ റേറ്റ് അല്ല. 5.25 പെട്രോള് ബെലനോന് സീറ്റൊക്കെ നമ്മൾ കാണുന്ന ഒരു റേറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന കസ്റ്റമർക്ക് പറഞ്ഞാൽ വൃത്തിയാണ്. ഡീസൽ വണ്ടിയാണ് ആ ഒരു പ്രൈസിന്. ഫിയാറ്റ് മൾട്ടിജെറ്റ് എഞ്ചിൻ അതിനെ കൊണ്ട് പിന്നെ കാര്യമായിട്ട് അതിൻ്റെ എഞ്ചിൻ സൈഡിലും നോക്കാനില്ല. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ നമുക്ക് ഫുൾ ലോൺ വരെയൊക്കെ ലോൺ ചെയ്യും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ആണെങ്കിൽ ഡീസൽ അതിനെ കൊണ്ട് എനിക്ക് വലിയ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോണിന്റെ മുകളിൽ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായി 2016 മോഡൽ കിഡാണ്. RXT ആണ് വേരിയന്റ് വരുന്നത്. 800 cc അല്ലേ? 800 cc ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അല്ല, അത് 800 അല്ല, 1 ലിറ്ററാ. 1 ലിറ്റർ ആണോ അത്? 1 ലിറ്റർ കിട്ടും. 15 റേഞ്ചിൽ മൈലേജ്. 2016 കിഡ്. എയർ ബാഗ് ഒന്നും വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് വരുന്നുണ്ടാവും ഫീച്ചറായിട്ട്. വണ്ടി ചെറിയൊരു വൃത്തികുറവുണ്ട്. അവിടെ ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ച്, ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ടാവും. ചെറിയ മേജറായിട്ടൊന്നുമില്ല. ബമ്പറിന്റെ സൈഡൊക്കെയാണ് ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ടാവുക. വലിയൊരു കോസ്റ്റ്, വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല. ഒരു 5 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന വർക്കുകൾ വണ്ടിമേലുള്ളൂ. ഇങ്ങനെയൊക്കെ അല്ലേ ബമ്പർ കോർണേഴ്സുകളൊക്കെ ആയിട്ട്. പിന്നെ ചെറുതായിട്ട് ബമ്പർ ഒന്ന് ഇളകിയിട്ടുണ്ട്, ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ വലിയ വിലയാണ്? ഇല്ല, ഇതാകെ 2 ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, കുറയും ചെയ്യും. അതിൽ കുറയും ചെയ്യും തീർച്ചയായും. ലോണ് 2016 1000 cc അല്ലേ പറഞ്ഞേ? അതെ, 1000 cc. ലോൺ വേണമെങ്കിൽ നമുക്ക് 2.5 മുകളിൽ നമുക്ക് എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ. ഇതിപ്പോ റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ലോൺ ആണെങ്കിൽ ഒക്കെ ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത്. അതിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് കമന്റ് വരും. അപ്പോൾ അതാ ചോദിച്ചത്. ഇല്ല, ലോൺ ആണെങ്കിൽ നമുക്ക് ഫൈനാൻസ് ആണ് നമുക്ക് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ചെറിയ സെഗ്മെന്റിൽ വരുന്ന വേറെ വണ്ടിയാണ് മാരുതിയിൽ തന്നെ. എക്സ്പ്രസ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 20,000 കിലോമീറ്ററിന്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്ററിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. 20. അതെ, 2.0. ഫീച്ചർ സൈഡിൽ VXI പ്ലസ് അല്ലേ ഇത്? VXI പ്ലസ് ആണ് വരുന്നത്. ഇൻബിൽഡ് എയർ ബാഗ് വരും. ഇൻബിൽഡ് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരും. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ വരും. 4 ഡോർ വരില്ല, എക്സ്പ്രസ് 2 ഡോർ ആണ് വരിക. അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ സെക്കൻഡ് സിംഗിൾ ആണ് വരുന്നത്. അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്.
ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാൻ? ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഒരു വെറൈറ്റി കളറാണ്. റേറ്റ് എത്രയായിരുന്നു? റേറ്റ് 4 എടുക്കാൻ വേണ്ടി പറ്റുന്ന കളറാണ്. 410 റേറ്റ് വരുന്നത്. അതിനോട് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത ഇലക്ഷൻ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? പരമാവധി നമുക്ക് മാരുതിനാണെങ്കിലാകുമ്പോൾ ഫുൾ ലോൺ അടുപ്പിച്ചായിട്ട് നോക്കിയിട്ട് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. 6 മാസമാണോ 1 ഇയർ ആണോ വാറണ്ടി വരിക? 6 months ആണ് വാറണ്ടി വരിക. 6 months വാറണ്ടി, 3 സർവീസും വരും. 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ലെവലിൽ മാരുതിന്റെ വാറണ്ടി, മാരുതിന്റെ സർവീസ് വരും. ഫ്രീ സർവീസ് എന്ന് പറയുന്ന നേരം ഒരു സർവീസിന് ഏകദേശം നിങ്ങൾ കണക്കൂട്ടുന്ന കോസ്റ്റ് എത്രയാണ്? നോർമലി ഓയിൽ ചേഞ്ച് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4500 രൂപ റേഞ്ചിലാണ് കോസ്റ്റ് വരും. സർവീസ് ആണ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം 15000 രൂപ തന്നെ ഈ വാറണ്ടി കിട്ടുന്ന വണ്ടികൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വരും. കാരണം നിലവിൽ ചെറിയ വണ്ടി ഓയിൽ കാര്യങ്ങളൊക്കെ മാറി വെച്ച വണ്ടിയാണ്. എടുക്കുന്ന കസ്റ്റമർക്ക് അതിനുള്ള അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ ഒന്ന് ചെക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് വരിക സർവീസിൽ. പിന്നെ വാറണ്ടി പാർട്സ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മാറണമെങ്കിൽ അതിൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തിട്ട് മാറാൻ പറ്റും. അടുത്തത് 18 മോഡൽ ബലെനോണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ആണെങ്കിൽ 85 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് ബേസിക് ഫീച്ചർ ആയിട്ട്. ഇതിന് എയർ ബാഗ് ABS ഉണ്ടോ? ABS വരും. എയർ ബാഗ് ABS വരും. കമ്പൽസറി ആയിട്ട് വരും. റേറ്റ് എത്ര വരുന്നത്? 2018 പറഞ്ഞ ഡെൽറ്റ ബലെനോ. 18 ഡെൽറ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പ്രൈസ് വരുന്നത് 595 ആണ് റേറ്റ് വരുന്നത്. അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 595 ഫൈനൽ പ്രൈസ് അല്ല. അതിനോട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. പരമാവധി നോക്കിയിട്ട് ചെയ്തുതരാം. മുന്നേ പറഞ്ഞ 3,5000-6,000 ഒക്കെ റേഞ്ച് വരുന്ന ഫ്രീ സർവീസും കിട്ടും. നോർമൽ ഫ്രീ സർവീസിനൊക്കെ ആ റേഞ്ചിലേ വരുള്ളൂ. ടിയാഗോ 2018 മോഡലാണ്. ബേസ് വേരിയന്റ് ആണ് വരുന്നത്. ബേസ് വേരിയന്റ് ആണ്. XM അല്ലേ? ഫീച്ചർ സൈഡിൽ 4 ഡോർ 4 വിൻഡോസ് വരുന്നുണ്ടാവും. 4 ഡോർ ഉണ്ട്. 4 ഡോർ 4 വിൻഡോ വരും. XM അല്ല, ബേസ് XC ആണ്. XC. ഇത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയുക. XM HT ഒക്കെ മിഡിൽ ഓപ്ഷൻ ആണ്. 2 എയർ ബാഗ് ഒന്നും ഉണ്ടാവില്ല. എയർ ബാഗ് അന്ന് നിയമമില്ലാത്തതിനെ കൊണ്ട് ടാറ്റി കൊടുത്തിട്ടില്ല. പക്ഷേ 4 സ്റ്റാർ സേഫ്റ്റി ഉണ്ടാവും. 4 ഡോർ 4 വിൻഡോസ് AC പവർ സ്റ്റിയറിംഗ് ഇത്രയായിരിക്കും ബേസിക് ഫീച്ചർ ഉണ്ടാവുക. LIC കാര്യങ്ങളൊന്നും വരുന്നില്ല. 2018 1.2 റെവട്രോൺ പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ വരുന്നത്. അപ്പോൾ 1.2 റെവട്രോൺ എഞ്ചിന്റെ അകത്ത് ഏകദേശം 16 റേഞ്ചിൽ മൈലേജും ഉണ്ടാവും. 19 കമ്പനി പറയുന്നത്. 15 പ്രതീക്ഷിക്കാം. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താണ്? മെക്കാനിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. റേറ്റ് എത്ര? റേറ്റ് നമുക്ക് 345 ആണ് റേറ്റ് വരുന്നത്. ഇത് വണ്ടി മേടിക്കുന്നവരെ തന്നെ ഉള്ളതാണോ? അതെ തീർച്ചയായിട്ടും വണ്ടി മേടിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. നമ്മൾ ഒട്ടിച്ചൊന്നല്ല. വണ്ടി ഞാൻ അങ്ങനെ ഡോക്ടർ യൂസ് കണ്ടുള്ളൂ. അല്ല, നമ്മൾ അങ്ങനെ ചെയ്തല്ല. നമുക്ക് കിട്ടുമ്പോൾ തന്നെ അങ്ങനെ തന്നെ കിട്ടിയതാണ് അതിന്റെ കൂടെ. അപ്പോൾ റേറ്റ് എത്ര? റേറ്റ് 345 ആണ് വരുന്നത്. അതിന്റെ മുകളിൽ നോക്കിയിട്ട് നമുക്ക് പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ലോണ് 3.5 റേഞ്ചിൽ വരും. 3.5 റേഞ്ചിൽ വരും. 3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അതിന് ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടി വരുന്നത്. റീപ്ലേസ് ബോണ്ട് എന്തോ റീപ്ലേസ് ഉണ്ട്. 2016 മോഡൽ ഓൾട്ടോ ആണ് വരുന്നത്. 16 ആണോ 17 ആണോ? 2016 ആണ് വരുന്നത്. 16 ഓൾട്ടോ 800. ഓക്കെ. VXC ആണ് ഓപ്ഷൻ വരുന്നത്. ഇൻബിൽഡ് ആയിട്ട് സെറ്റ് വരും. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. LHI VHI വ്യത്യാസം എന്ന് പറയുന്നത് ഇൻബിൽറ്റ് കമ്പനി സെറ്റ് വരുന്നുണ്ടോ, സ്റ്റീരിയോ വരുന്നുണ്ടോ, അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക് വരുന്നു. 18 മുതലല്ല എയർ ബാഗ് വരുന്നത്? 19 മുതലാണ് എയർ ബാഗ് വരുന്നത്. V6 മുതലാണ് എയർ ബാഗ് വരുന്നത്. ഇത് സീറ്റ് ചെറുതായിട്ട് അറേഞ്ച്മെന്റ് തെറ്റിയിട്ടുള്ളത്. ബാക്കത്തെ സീറ്റ് അതൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കൂലേ? ഏതാണ് നോക്കിയിട്ട് എന്താ ചെയ്ത് കൊടുക്കാം. ബാക്കത്തെ സീറ്റ് ചെറുതായിട്ട് നളായി കിടക്കുന്നുണ്ട്. അറിയില്ല. നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. റേറ്റ് എത്രയായിരുന്നേ? ഇത് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക്. കിലോമീറ്റർ 75 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് മേജർ ആയിട്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉള്ള വണ്ടിയാണോ? ഇത് ഫ്രണ്ട് ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട്. ചെറിയ വർക്ക് എടുത്തതാണ്. എവിടേക്ക് അടിച്ചാൽ? ലെഫ്റ്റ് സൈഡ് ചെറിയ വർക്ക് എടുത്തതാണ്. ആപ്രോൺ ആണോ? അപ്രോണ്ട് അവിടെ സൈഡിലായിട്ട് ചെറിയ വർക്ക് എടുത്തോ? ഓക്കെ. എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ അലൈൻമെന്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇല്ല. എടുക്കുന്ന ആൾക്ക് മേജറായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാല്ല. കാരണം വെച്ചാൽ നമുക്ക് നിലവിൽ വർക്ക് എടുത്ത വണ്ടി ആയതുകൊണ്ട് അതിന് മുകളിൽ വേറെ എടുക്കുന്ന കസ്റ്റമർ ഒന്നും ചെയ്യേണ്ടതില്ല. കമ്പനി തന്നെ വർക്ക് എടുത്താലേ? കമ്പനി തന്നെ വർക്ക് എടുത്താണ്. കമ്പനി അല്ല, ഫൈനലൊന്നുമില്ല. നമുക്ക് പരമാവധി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യാണ്. ഏകദേശം 10, 12, 13, 15ഓളം വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അനൂപിനെ കോൺടാക്ട് ചെയ്താണ്. അനൂപിൻ്റെ നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ടാവും. നമ്മൾ വീഡിയോയിൽ കുറച്ച് വണ്ടികളെ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ ഓൾട്ടോ 800 കൂടെ തന്നെ വന്ന ഏകദേശം 15 വണ്ടി ഉണ്ട്. ഇവിടുന്ന് ഏകദേശം പോയ കുറേ വണ്ടികളുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് കുറേ വണ്ടികൾ നമുക്ക് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ വരാനുണ്ട് വണ്ടികൾ. ഓക്കെ. അപ്പം
മെയിനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഇത്രയും വണ്ടി ഉള്ളതിനെ കൊണ്ട് പേപ്പറിൽ നോക്കി പറഞ്ഞിട്ടില്ല. പേപ്പർ കാണിച്ചാൽ ഓക്കെ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ളതിനെ കൊണ്ട് അനുപരി വിളിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് കമ്പനിയിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നല്ലൊരു ഡീൽ തന്നെ ചെയ്യാം, സെറ്റാക്കാം. മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക, മാക്സിമം ഡിസ്കൗണ്ട് അതും പരമാവധി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ള. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്.